ഹായ് ഹായ് പറ. അപ്പൊ ഇന്നാണെങ്കിൽ ഞങ്ങള് ഗുളുവിന്റെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതെല്ലാം നമുക്ക് പൊതിയാനുള്ള പേപ്പർ സ്കൂളിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ട് നമുക്കപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നമുക്കൊന്ന് പൊതിയണം. അതുപോലെ നമ്മൾ കുറച്ച് നോട്ട് ബുക്സ് 2-3 പുറത്തുനിന്ന് മേടിക്കണമായിരുന്നു. ഒരെണ്ണം നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നമുക്കൊന്ന് പൊതിയണം. പിന്നെ നാളെ ഗുളുവിന് സ്കൂളിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അന്ന് ചെല്ലുമ്പോൾ നമുക്ക് ഈ ബുക്സും ടെക്സ്റ്റ് ബുക്കും ബുക്സും ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ്. അതുപോലെ ഇവർക്ക് ക്രാഫ്റ്റ് വർക്കിനും കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം. നാളെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് സ്കൂളിൽ സബ്മിറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പരിപാടി. അപ്പൊ നമുക്ക് ഒരേ പുസ്തകമൊക്കെ ആയിട്ട് പൊതിയാൻ തുടങ്ങാവേ. ഈ സ്റ്റാപ്ലർ എന്ത് ചെയ്യും നമ്മുടെ വേണ്ട, നമ്മള് ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്റ്റാപ്ലർ അടിക്കാം. ഇവരുടെ പുസ്തകമായതുകൊണ്ട് നല്ലോണം നമ്മള് സ്റ്റാപ്ലറൊക്കെ അടിച്ചില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് 3 സൈഡിലും അടിക്കും കേട്ടോ. ഇവിടെ 2 ഈ സൈഡിൽ 1, ഈ സൈഡിൽ 2 അങ്ങനെ അടിക്കും. എന്തായിരുന്നു പൊതിയുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതുങ്ങളാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി കീറിക്കളയും. അങ്ങനെ നമ്മള് ഗുളുവിന്റെ പുസ്തകം എല്ലാം ഒരെണ്ണം പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാ ബുക്കുകളും പൊതിഞ്ഞിട്ട് നമുക്ക് കാണാവേ. അപ്പം ടാറ്റാ. അപ്പം പൊതിഞ്ഞിട്ട് കാണാന്ന് പറയാം. അങ്ങനെ അവസാനം നമ്മള് നമ്മുടെ ബുക്സും ടെക്സ്റ്റ് ബുക്കും എല്ലാം വേണ്ട പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിനെല്ലാം പേരൊക്കെ എഴുതി സെറ്റാക്കണം. ഗുളു ഇതേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. ഇത്രയും നേരം എൻ്റെ ഫോണിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഗുളു. അപ്പൊ നമ്മുടെ ബെഡൊക്കെ കുറച്ച് ചീത്തയായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇനി വാരിപ്പെറക്കി കളയണം. ബുക്കൊക്കെ പൊതിഞ്ഞല്ലേ. അപ്പം നമുക്കിനി എല്ലാത്തിനും പേരൊക്കെ എഴുതി സെറ്റാക്കി വെക്കാം. എന്നിട്ട് നാളെ നമുക്കിത് സ്കൂളിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ശരി, ഒരു വാക്സിൻ എടുക്കാനായിട്ട് പോവാ കേട്ടോ. 5.5 വയസ്സിന്റെ വാക്സിൻ എടുക്കാൻ ഞങ്ങളാണെങ്കിൽ ഇവിടുത്തെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാണേ. ഗുളു കരയുവോ? അപ്പൊ ഞങ്ങള് ആശുപത്രി ചെന്നിട്ട് കാണാവേ. ടാറ്റാ. കരയുവോ? അങ്ങനെ ഞാനും ഗുളും കൂടെ ദേണ്ട ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. പേടിയുണ്ടോടാ? പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ OP എടുക്കാനായിട്ട് പോയി. അവിടെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വാക്സിനേഷൻകാർക്ക് പ്രത്യേകമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങൾക്ക് 42 നമ്പർ കിട്ടിയേക്ക് ഒരു ഡോക്ടറെയൊക്കെ കണ്ട് നേരെ ഞങ്ങൾ വാക്സിൻ എടുത്ത് നേരെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഹോളൊക്കെ വേണ്ടി ഇവിടെ ആയിരുന്നു. Before we wrap up, we have a few important announcements regarding the school facilities. Students who use the അങ്ങനെ നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വേണ്ടത് ഗുളുവിൻ്റെ ക്ലാസ്സിലോട്ട് പോകുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ പൊതിഞ്ഞു വെച്ചിരുന്ന പുസ്തകങ്ങളും നമ്മൾ ആർട്ട് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കണം. അപ്പം നമ്മൾ നേരെ ഗുളുവിൻ്റെ ക്ലാസ്സിലോട്ടാണ് വന്നത്. ഇത് ഇവിടെ ഇരിക്കുന്നത് ജോളി മിസ്സാണ്. ജോളി മിസ്സാണ് ഈ വർഷത്തെ അവരുടെ ക്ലാസ് ടീച്ചർ. അപ്പം നമ്മൾ ഇത്രയും പേരൻസൊക്കെ വന്നിട്ടുണ്ട്. കുറേ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. ഗുളുവിന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും. ഇതാണ് ഗുളുവിന്റെ ക്ലാസ് റൂം. വെള്ളം
ഇതാണ് ഗുളുവിൻ്റെ ക്ലാസ് ടീച്ചർ ജോളി മിസ്. ഓരോരുത്തരുടെ ടെസ്റ്റുകളെല്ലാം മേടിച്ച് എല്ലാം ചെക്ക് ചെയ്ത് പേരെഴുതിയാണ് വെക്കുന്നത്. നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തരുമായിരുന്നു, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. പഴയ ക്ലാസ് കയറിപ്പോ യൂണിഫോം വാങ്ങാനായിട്ട് മണ്ടയ്ക്കോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യൂണിഫോം വാങ്ങിക്കാനായിട്ട് വന്നത് കേട്ടോ. ഭയങ്കര തിരക്ക്, അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ടീച്ചറിനെ ഇഷ്ടപ്പെട്ട സൈസ് ഏതായിരുന്നു? അവിടുന്ന് നമുക്കൊരു കൂപ്പൺ തരും. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നമ്മൾ വേണ്ട ഒരു ജോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ജോഡിയും കൂടെ ഉണ്ട്, അതെടുക്കാനായിട്ട് പോയേക്കുവാണ് പുള്ളിക്കാരി. അവിടുന്ന് ഞങ്ങൾ നേരെ നോട്ടീസ് ബോർഡ് നോക്കാൻ വന്നപ്പോഴാണെങ്കിൽ ഗുളുവിൻ്റെ ഫാൻസി ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകം ഒരു സന്തോഷം തോന്നി നോട്ടീസ് ബോർഡിൽ. അന്നേരം ഞാൻ അവിടുന്ന് അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഡേക്ക് ഒരു പേപ്പർ ഡ്രസ്സ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണമായിരുന്നു. അതിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഞാൻ അന്നേരം ആദ്യം കണ്ട്. അന്നേരം ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ അറ്റത്ത് നിൽക്കുന്നതാണ് മോള്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് അരിച്ചു പെറുക്കിയാണ് ഇത് രണ്ടും കണ്ടുപിടിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയുടേതും ഉണ്ടായിരുന്നു. ഓണത്തിന് മലയാളി മങ്കയായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേണ്ട ഇപ്പം നമ്മൾ നേരെ നമ്മൾ ഫീസ് അടയ്ക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ കൈ പൈസ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ വേണ്ട ഫീസൊക്കെ അടച്ചിട്ട് നേരെ വേണ്ട ഗുളുവിൻ്റെ ഫീസാണ് 7500 രൂപയായി കേട്ടോ. അപ്പം ഞങ്ങൾ ഫീസൊക്കെ അടച്ചു. ഗുളു വേണ്ട വന്നിട്ടുണ്ട്. ബാ രുവിക. അപ്പം ഗുളുവിൻ്റെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ബാ പോവാ. ടാറ്റ പറ. ബാ ടാറ്റ പറ. ടാറ്റ പറ. ബൈ ബൈ.